ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. സോ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം ഗ്യാപ്പ് വന്നു പ്രീവിയസ് വീഡിയോസ് ആയിട്ട്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ലൈവ് ഓഡിയോ ആയിട്ട് ചെയ്യാം. പ്രീ റെക്കോർഡ് അല്ലെങ്കിൽ ജനറേറ്റഡ് ഓഡിയോസ് അവോയ്ഡ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് ഇങ്ങനെ മുമ്പ് ചെയ്ത് പരിചയമില്ല. സോ മേ ബി ഇഷ്യൂസ് വരും. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ എന്തൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. അപ്പം നമ്മൾ ബ്ലെൻഡർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്യൂബ് ഡീഫോൾട്ട് ബ്ലെൻഡറിന് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട്സ് കാണാൻ വേണ്ടി ഞാനിവിടെ ഈ സൈഡിലായിട്ട് ഇത് അവൈലബിൾ ആണ് കാണാൻ. ഞാൻ ഏത് കീ പ്രസ് ചെയ്യുന്നു, മൗസിൻ്റെ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നു, അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഒന്നും കൂടി നമുക്ക് റീക്യാപ്പ് ചെയ്യുമ്പോൾ ഈ കാണുന്നതാണ് ബ്ലെൻഡറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഈ മുകളിൽ കാണുന്ന ടാബുകൾ ഓരോ വർക്കിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം ലേഔട്ട് തന്നെയാണ്. ഇപ്പോൾ കോമ്പോസിറ്റ് ചെയ്യുന്നവർക്കും ആനിമേഷൻ ചെയ്യുന്നവർക്കും നമ്മുടെ പ്രിഫറൻസിന് ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഡീഫോൾട്ട് ടെംപ്ലേറ്റ് ആയിട്ടോ. സോ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. പിന്നെ ഈ കാണുന്നത് ഇതൊരു ആഡ് ഓൺ ആണ്. ഇത് നോർമലി നിങ്ങളുടേതിൽ ഉണ്ടാവില്ല. അത് ഞാൻ പിന്നീട് അത് കവർ ചെയ്തേനെ എന്താണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ ടൂൾ ബോക്സുകൾ. ഇതിൻ്റെ മെയിൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്തതിൻ്റെ ഷോർട്ട് കട്ട്സ് ആണ്. ഇപ്പം മൂവ് ചെയ്യാനായിട്ട് ഇത്, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇത്, സ്കെയിൽ ചെയ്യാനിത്, റൊട്ടേറ്റും സ്കെയിലും മൂവും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില കേസിൽ ചില പർട്ടിക്കുലർ വെർട്ടെക്സുകൾ നീക്കാനോ ഒരു ആംഗിൾ കിട്ടിയില്ലെങ്കിലോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ചിലപ്പോൾ കീബോർഡിൻ്റെ ഷോർട്ട് കട്ടിൻ്റെ കൂടെ തന്നെ അത് യൂസ് ചെയ്യേണ്ടി വരും. നമ്മുടെ യൂസർ പ്രിഫറൻസ് ആണ്. പിന്നെ മിഡിൽ മൗസ് ബട്ടൺ വീലിൽ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർബിറ്റ് എന്ന് പറയും. സെയിം തന്നെ ഷിഫ്റ്റ് ഞെക്കിയിട്ട് മിഡിൽ മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. ഇതേ സെയിം സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവും. നമ്മുടെ മൗസ് വീലിൻ്റെ സെയിം ഫങ്ഷൻ. ഇതിൽ പ്രസ് ചെയ്തിട്ട് നീക്കിക്കഴിഞ്ഞാൽ സീൻ പാൻ ആവും. നമ്മൾ ഷിഫ്റ്റ് മിഡിൽ മൗസ് നിൽക്കുന്നതിന് പകരം. പിന്നെ ഇത് ക്യാമറ വ്യൂ, നോർമൽ വ്യൂ സ്വിച്ച് ചെയ്യാനുള്ളതാണ്. ക്യാമറ ഉണ്ടെങ്കിൽ സ്വിച്ച് ആവും, ക്യാമറ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് സംഭവിക്കില്ല. ഓക്കെ, സോ അതിൻ്റെ ഷോർട്ട് കട്ട് 0 ആണ്. 0 നോക്കി കഴിഞ്ഞാൽ ക്യാമറ വ്യൂയോട്ട് സ്വിച്ച് ആവും, ക്യാമറ ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ ഈ കാണുന്ന ആക്സസ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മിഡിൽ മൗസിൽ ഓർബിറ്റ് ചെയ്യുന്ന തന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കൂടുതൽ സൂമിനായി പോയി കഴിഞ്ഞാൽ മൗസ് ചിലപ്പോൾ റെസ്പോൺസീവ് ആവില്ല. ആ സമയത്ത് നമ്മൾ സൂം ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്യും. അത് പ്രസ് ചെയ്ത് നോക്കി ജസ്റ്റ് മൗസ് ഒന്ന് നീക്കിയാൽ മാത്രം. ഓക്കെ, ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ടങ് സ്ലിപ്പ് വരും, ചെറുതായിട്ട് നെർവസ് ആവുന്നുണ്ട് ചിലപ്പോൾ. ഓക്കെ, ഇന്നപ്പം നമ്മളിനി ഞാൻ കുറച്ചും കൂടെ പറയാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ലിസ്റ്റ് ആണ്. നമ്മുടെ ഈ വ്യൂ പോർട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വരും. ഇപ്പം ഇതിനകത്ത് 3 ക്യൂബ് ഉണ്ട്. സോ 3 ക്യൂബ് ഇവിടെ ലിസ്റ്റഡ് ആണ്. ഒരു ലൈറ്റ് ഉണ്ട്, ഈ കാണുന്ന ലൈറ്റാണ്. പിന്നെ ഇതിലൊരു ക്യാമറ ഉണ്ട്, ഈ കാണുന്ന ക്യാമറയാണ്. സോ എന്ത് സാധനം വ്യൂ പോർട്ടിലുണ്ടോ അത് ഫുള്ള് ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കും, ഒരു കളക്ഷൻ പോലെ. അപ്പം നമുക്കിതെല്ലാം കളയാം. ബ്ലെൻഡറിൽ എല്ലാം സെലക്ട് ചെയ്യുന്നതിന് കൺട്രോൾ എ അല്ല, വെറും എ ആണ്. സോ നോർമലി വിൻഡോസിൽ സെലക്ട് ഓളിൻ്റെ ഓപ്ഷൻ കൺട്രോൾ എ ആയിരിക്കും. ഇതിൽ കൺട്രോൾ എ വേറെ യൂസ് ആണ്. സോ എപ്പോഴും എ ആണ് സെലക്ട് ഓൾ. പിന്നെ ഡിലീറ്റ് ചെയ്യാൻ എക്സ് ഉണ്ട്. എക്സും ഡിലീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിത് സെലക്ട് ചെയ്ത് എക്സ് നീക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ചോദിക്കും, ഡിലീറ്റ് ക്യാൻസൽ. നേരെ മറിച്ച് ഇത് പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ആണ് നിൽക്കുന്നെങ്കിൽ കംപ്ലീറ്റ്ലി അത് ഡിലീറ്റ് ആയി പോകും. രണ്ടും സെയിം ആണ്. ഒന്നിനൊരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്ന രീതിയിൽ ഒരു പ്രോംപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സാധാരണ ലോകത്തിലെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് ഡീഫോൾട്ട് ക്യൂബ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ആക്ച്വലി ഒരു മെൻ്റൽ റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ പുതിയൊരു കാര്യം തുറക്കാൻ പോകാന്നുള്ളതിന് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. ഓക്കെ, സോ എ എക്സ് ഡിലീറ്റ്. ഇപ്പം നമ്മുടെ വ്യൂ പോർട്ട് ക്ലീൻ ആയി. ഇനി നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. സോ അതിന് നമ്മൾ പണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുള്ളൂ, ഷിഫ്റ്റ് എ ഞെക്കി കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും. അതിൽ മെഷ്, കർവ്, ബാക്കി ഞാൻ പിന്നീട് ഓരോന്നായിട്ട് വരാം. നമ്മൾ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്ന് പറയുന്നത് മെഷിലാണ്. സോ മെഷിൽ പ്ലെയിൻ ഉണ്ട്, ക്യൂബ് ഉണ്ട്, സർക്കിൾ ഉണ്ട്, എല്ലാം ഓരോരോ ഷേപ്സ് ആണ്. ബേസിക്കലി എല്ലാം സെയിം ആണ്.
ചില മോഡലുകൾ ചെയ്യാൻ നമുക്ക് ക്യൂബ് ആയിരിക്കും ഈസി സ്റ്റാർട്ടിങ് പോയിന്റ്. ചിലത് ചെയ്യാൻ സർക്കിൾ ആയിരിക്കും, ചിലത് ചെയ്യാൻ UV സ്ഫിയർ ആയിരിക്കും. ഇത് ഒരേ മെഷീൻ്റെ തന്നെ പ്രീസെറ്റുകളാണ്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ക്യൂബ് അടിക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോഡലിംഗ് ബേസിക്സിലെ മെയിനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് ഇവിടെ എഡിറ്റ് മോഡിൽ പോവാം. ഒബ്ജക്റ്റ് മോഡിൻ്റെ വ്യത്യാസം, ഇപ്പം ഞാൻ ഇത് മൂവ് ചെയ്യാനായിട്ട് G ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ ഇതാണ് മൂവ്. G ഞെക്കിക്കഴിഞ്ഞാൽ എനിക്ക് മൗസ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. ഒന്ന് പ്രസ് ചെയ്യേണ്ട, G ഞെക്കിയ ഓട്ടോമാറ്റിക്കലി നമുക്കത് മൗസുമായിട്ട് അത് കണക്റ്റഡ് ആവും. പിന്നെ നമ്മൾ മൗസ് എങ്ങോട്ട് നീങ്ങുന്നു അതായിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ആക്സിസിലോട്ടാണ് നീങ്ങുന്നതെങ്കിൽ G പ്രസ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ ഗ്രീൻ ലൈൻ കാണുന്നത് Y ആക്സിസ് ആണ്. സോ Y ഞെക്കിയാൽ വൈയിലോട്ട് മാത്രം അത് മൂവ് ആവും, എക്സ് ഞെക്കിയാൽ എക്സിലോട്ട് മാത്രമാവും. ബ്ലെൻഡറിൽ Z ആണ് അപ്പ് ഡയറക്ഷൻ, സോ Z ഞെക്കിയാൽ മുകളിലോട്ടും താഴോട്ടും ആവും. ഇനി എഡിറ്റ് മോഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഡിറ്റ് മോഡിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ടാബ് ആണ്. ഇപ്പോൾ കാണുന്നത് മോഡാണ് എഡിറ്റ് മോഡ്. നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ്. ഓക്കെ, ഇനി ഈ ഒരു മെഷീനെ നമ്മൾ ഡീഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറ്റാനായിട്ടാണ് എഡിറ്റ് മോഡിൽ പോവുക. സോ എഡിറ്റ് മോഡിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇത് വെർട്ടെക്സ്, ഇത് എഡ്ജ്, ഇത് ഫേസ്. 3ഉം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ഈ ഡോട്ട്സ് ഇല്ലേ, ഇതാണ് വെർട്ടെക്സ് എന്ന് പറയുക. ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ വെർട്ടിസസ് എന്ന് പറയും. അതായത് ഇത് വെർട്ടെക്സ്, രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്ത വെർട്ടിസസ്. അപ്പോൾ ഏതൊരു ഷേപ്പും നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പിടിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇത് തരിക, അത്രേ ഉള്ളൂ. പല എഡ്ജുകൾ ചേർന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരു വെർട്ടെക്സ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്താൽ G ഞെക്കിക്കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാം. സോ മോഡലിംഗ് ബേസിക്കലി നമ്മൾ ഒരു പ്ലേ ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു വെർട്ടെക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നു, അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് കൂടുതൽ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ മോഡൽ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വെർട്ടെക്സ് പിടിച്ചാണ് നീക്കിയത്. ചില കേസിൽ നമുക്ക് എഡ്ജ് നീക്കേണ്ടി വരും. അപ്പോൾ ആ എഡ്ജായിട്ട് അത് നീക്കാം. ഈ കാണുന്ന ലൈൻസ് ആണ് എഡ്ജ്. ഇനി മെയിൻലി നമുക്ക് ഫേസ് നീക്കേണ്ടി വരും. ഈ കാണുന്ന വെള്ള വെർട്ടെക്സും എഡ്ജും ചേർന്ന് വരുന്ന സാധനമാണ് ഫേസ്. ഫേസ് വേണമെങ്കിൽ നമുക്ക് നീക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ G എക്സിൽ നീക്കാം, വൈയിൽ നീക്കാം, Z നീക്കാം. സോ ഈ 3 ഓപ്ഷനിൽ നമുക്കിത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഒരു മെഷിൻ്റെ വെർട്ടെക്സ്, എഡ്ജ് അല്ലെങ്കിൽ ഫേസ് മാനിപ്പുലേറ്റ് ചെയ്താണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനിയും ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് നമ്മുടെ കീബോർഡിൻ്റെ മുകളിൽ വരുന്ന 1 2 3, റൈറ്റ് സൈഡിലെ നമ്പർ പാഡിലല്ല, മുകളിൽ വരുന്ന 1 2 3, അതായത് അഡീഷണൽ ക്യാരക്ടേഴ്സ് വരില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുന്ന എക്സ്ക്ലമേഷൻ, ടു, അറ്റ്, ഹാഷ്, ആ വരുന്ന നമ്പർ പാഡിലാണ് വരിക. നിങ്ങൾ മാക്സിമം സോഫ്റ്റ്വെയറിൻ്റെ ഡീഫോൾട്ട് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാൻ പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമായിട്ട് കുറേ ഷോർട്ട് കട്ട്സ് ഒരു സോഫ്റ്റ്വെയറിന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കും. കാരണം അവിടെ ഷോർട്ട് കട്ട്സ് ചിലപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റ് സെറ്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഡീഫോൾട്ട് ഷോർട്ട് കട്ട്സ് ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട്, ഞാൻ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ബ്ലെൻഡറിൻ്റെ മൊത്തം മാറ്റി വരിട്ടിരുന്നത്. സോ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പോൾ ഷോർട്ട് കട്ട്സ് മാക്സിമം ഡീഫോൾട്ടിൽ വർക്ക് ചെയ്ത് പഠിക്കുക. അത് ഒരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ടാബ്. ഇനി നമ്മൾ പഠിക്കുന്ന മെയിൻ മോഡലിംഗ് ടൂൾസിൽ മെയിൻ നമ്മൾ എപ്പോഴും വരുന്നത് എഡിറ്റ് മോഡിനകത്താണ്. സോ നമ്മൾ എഡിറ്റ് മോഡിൽ പോയി ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ എക്സ്ട്രൂഡ് ഈ പറയുന്ന ഓരോ കേസിലും വർക്കാവും. എക്സ്ട്രൂഡിൻ്റെ ഷോർട്ട് കട്ട് E ആണ്. മെയിൻലി എക്സ്ട്രൂഡ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുക ഫേസുകളിലാണ്. എഡ്ജുകളിൽ പ്ലെയിൻ വെച്ച് മോഡൽ ചെയ്യണം. ഇതിപ്പോൾ ഒരു ക്യൂബാണ്. സോ ഇതിൻ്റെ ഇവിടുന്ന് ഞാൻ ഇത് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ. ഇത് റയർ കേസിൽ നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ പഠിക്കാൻ നേരത്ത് ഫേസ് സെലക്ട് ചെയ്ത് E ഞെക്കുക. അപ്പോൾ ഇപ്പം ഞാൻ G ഞെക്കിക്കഴിഞ്ഞാൽ
ഇത് മൊത്തത്തിൽ നീങ്ങുക. ഇനി ഈ നിൽക്കുമ്പോൾ ഒരു അഡീഷണൽ പീസ് അവിടെ ബിൽഡ് ചെയ്ത് വരികയാണ്. കണ്ടോ? ഒന്നുകൂടി കാണിക്കാം. ജി മൂവ് ആവുകയാണ്. ഈ ഞെക്കിയ എക്സ്ട്രൂഡ് എന്നാണ് പറയുക. നമ്മൾ ഒരു പീസ് അതിൽ നിന്ന് പുറത്തോട്ട് വലിച്ചെടുക്കുക. ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്താണ് നമ്മൾ ഓരോ ഷേപ്പുകളും ഉണ്ടാക്കുക. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഈ ഞെക്കുമ്പോൾ ആ ഫേസ് എങ്ങോട്ടാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ല ഫേസ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് ഡീഫോൾട്ട് അതിൻ്റെ ഒരു പിടുത്തം ഉണ്ടാവും. പിടുത്തം എന്ന് വെച്ചാൽ അതിൽ സ്നാപ്ഡ് ആയിരിക്കും ആ ആംഗിൾ. സോ ഇതും അതുപോലെ നിങ്ങൾക്ക് ഈ ഞെക്കി കഴിഞ്ഞിട്ട് വൈ ഞെക്കിയാൽ വൈ ഡയറക്ഷനിൽ പോകും, എക്സ് ഞെക്കിയാൽ എക്സ് ഡയറക്ഷനിൽ പോകും, സെഡ് ഞെക്കിയാൽ സെഡ് ഡയറക്ഷനിൽ പോകും. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രൂഡ് ഡീഫോൾട്ട്ലി എപ്പോഴും നോർമലിൽ ഫേസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ പ്രസ് ചെയ്ത് വിട്ടതിന് ശേഷം ജി നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിൽ നീക്കാം. സോ ഇതാണ് എക്സ്ട്രൂഡ്, അതായത് ഒരു ഫേസ് പുറത്തോട്ട് വലിച്ചു നീട്ടുന്നതിനാണ്. ഇതേ ഫേസ് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങോട്ട് നീക്കാം, ഇത് ഇങ്ങോട്ട് നീക്കാം, ഇത് ഇങ്ങോട്ട് നോക്കാം. സോ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കണമെങ്കിലൊക്കെ ആ ഒരു രീതിയിലാണ് അത് ഉണ്ടായത്. ഞാൻ പുതിയൊരു ക്യൂബ് എടുക്കുക, അത് കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ട്. ഓക്കെ, ബില്ല് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എഡിറ്റ് മോഡിൽ പോയി ഫേസിൽ പോയി ഈ ഞെക്കി ഇവിടേക്ക് വന്നു. അപ്പോൾ എനിക്കിനിയും സാധാരണ സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പല്ലേ വേണ്ട. സോ അതിന് ഞാൻ ഈ ഞെക്കി അത് മുകളിലേക്ക് പോയി. ഇനി ഞാൻ വീണ്ടും ഇത് ഈ ഞെക്കി ഇവിടേക്ക് വന്നു, ഈ ഇങ്ങോട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കുക. ഇനി എക്സ്ട്രൂഡ് നമ്മൾ വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഇതൊരു നാരോ സ്റ്റെപ്പാണ്. ഞാൻ ഈ ഫേസുകൾ ഷിഫ്റ്റ് ഞെക്കി സെലക്ട് ചെയ്യുക. മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പല ഫേസുകൾ സെലക്ട് ചെയ്താൽ അത് സെലക്ട് ആവും. ഞാൻ ഈ ഒരു സൈഡ് ഫുള്ള് ഷിഫ്റ്റ് ഞെക്കി സെലക്ട് ചെയ്തിട്ട് ജി എക്സ്, അപ്പം എൻ്റെ സ്റ്റെപ്പിന് വീതിയും കൂടി. ഇതാണ് എക്സ്ട്രൂഡും മൂവും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഇവിടെ വേണമെങ്കിൽ എനിക്ക് തന്നെ എക്സ്ട്രൂഡ് കൊടുക്കാം, പക്ഷെ അതൊരു അഡീഷണൽ ഫേസ് അതിന് ആഡ് ചെയ്യും. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇനി എക്സ്ട്രൂഡിന്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻസെറ്റ്. സോ ഇൻസെറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇതിൽ എനിക്ക് കുറച്ച് ഭാഗം മതി, അതായത് കുറച്ച് വിട്ടിട്ട് ഒരു ഉൾഭാഗമാണ് എനിക്ക് എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസെറ്റിലേക്ക് മൗസ് വെറുതെ മൂവ് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ഗ്രോ ചെയ്ത് അകത്തോണ്ട്. സെലക്ഷൻ ഗ്രോ ചെയ്യല്ല, അത് അഡീഷണലി കുറച്ച് പോളിഗൺസ് ആഡ് ചെയ്തിട്ട് ആ ഫേസിനെ ലിഫ്റ്റ് ചെയ്ത് അത് ബ്രിങ് ചെയ്യും, സെൻട്രലിലോട്ട് കൊണ്ടുവരും. സോ ഇതാണ് ഇൻസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഇൻസെറ്റ് മൗസ് ജസ്റ്റ് ഐ ഞെക്കി മൂവ് ചെയ്താൽ മാത്രം മതി. ഇതാണ് ഇൻസെറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രൂഡും ഇൻസെറ്റും പല മോഡലിംഗ് ടൈമിലും നമുക്ക് ഭയങ്കര യൂസ് ആവുന്നൊരു ടൂളാണ്. ഇതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സർഫസ് അവിടെ ഇരിക്കും. അല്ലോ, ഇതിനാണ് ഇൻസെറ്റ്. എനിക്ക് വീണ്ടും ഇവിടെ ഇൻസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതാക്കി വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. ഇതാണ് ഇൻസെറ്റ് ടൂൾ. ഇനി അടുത്ത നമുക്ക് വേണ്ടത്, ഞാൻ കുറച്ച് അൺഡു ചെയ്യാണ്, ഒരുപാട് ബാഡ്. അടുത്തത് ബെവൽ നോക്കാം. ബെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി എഡ്ജുകളിലാണ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഒരു ഷേപ്പ് ഉണ്ടാക്കി ബെവൽ ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് മോഡിൽ നിന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ നമ്മൾ ഒരു ക്യൂബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലെൻഡറിന്റെ മെമ്മറിയിൽ ഇപ്പോഴും ഈ ഒരു ഷേപ്പ് ഒരു ക്യൂബായിട്ട് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ അതിനോട് പറഞ്ഞു കൊടുക്കണം ഇതിനി ക്യൂബ് അല്ല, പുതിയ ഫോമിലോട്ട് അഡാപ്റ്റ് ആവാം. അപ്പം നമ്മൾ കൺട്രോൾ എ ഞെക്കുക. ഇതിന് അപ്ലൈ സ്കെയിൽ, അപ്ലൈ റൊട്ടേഷൻ, അപ്ലൈ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണ് പറയുക. ഇപ്പം നമ്മൾ അപ്ലൈ സ്കെയിൽ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലെൻഡർ മനസ്സിലായി, ഓക്കെ ഇനി ഈ സ്കെയിലിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില ടൂളുകൾ യൂസ് ചെയ്യുമ്പോൾ പ്രെസിഷൻ അല്ലെങ്കിൽ എഡ്ജുകൾക്കൊക്കെ പഴയ മെമ്മറിയിൽ നിന്നിട്ട് അത് ആ രൂപത്തിലോട്ട് പോകാൻ ശ്രമിക്കും. സോ ഇവിടെ നമ്മൾ എഡിറ്റ് മോഡിൽ വീണ്ടും പോയി ഇനി നമുക്ക് ബെവലിലോട്ട് പോകാം. ബെവൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്ജുകളിലാണ്. 90% ഓഫ് ദ ടൈം ബെവൽ യൂസ് ചെയ്യുന്നത് എഡ്ജിലാണ്. 10% ചില സമയങ്ങളിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വേർട്ടെക്സ് അല്ലെങ്കിൽ വേർട്ടിസസ് അതിന് ഷേപ്പ് മാറ്റാൻ വേണ്ടി വേർട്ടെക്സ് മോഡലും ചെയ്യാറുണ്ട്. സോ ബെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസ് ഇത് ഷാർപ്പ് അല്ല. ഇനി നമുക്കിത് കേർവ് ആക്കണം. ഇവിടെയും കേർവ് വരണം, ഇവിടെയും കേർവ് വരണം. ഒരു ഷാർപ്പ് സെഗ്മെന്റ്
അല്ലെങ്കിൽ ഒരു എഡ്ജിനെ മൾട്ടിപ്പിൾ കട്ടുകളായി അത് ഒരു ആംഗിളിൽ സ്മൂത്തായി വരുന്നതിനാണ് ബെവലിംഗ് എന്ന് പറയും. സോ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് വിയേർഡ് രീതിയിലായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനൊരു എഡ്ജ് സെലക്ട് ചെയ്ത് കൺട്രോൾ ബി ആണ് ബെവലിൻ്റെ ഷോർട്ട് കട്ട്. കൺട്രോൾ ബി പ്രസ് ചെയ്ത് ഞാൻ മൗസ് ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഒരു കട്ട് ആകും. ഇനി നമുക്ക് സ്മൂത്ത് ആകണമെങ്കിൽ നിങ്ങൾ മൗസ് വീല് മുന്നോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ സെഗ്മെന്റുകൾ ആഡ് ആയിക്കൊണ്ടിരിക്കും. നീക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റേഡിയസ് കൂടും. വീണ്ടും സ്ക്രോൾ ചെയ്യുന്ന ഇതാവും. ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യരുത്. നമുക്ക് ഇങ്ങനെ അത് കൺട്രോൾ ചെയ്യാം. സ്ക്രോൾ ബാർ തിരിച്ചാക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് സെഗ്മെന്റ്സ് കുറയും. ഇങ്ങനെയാണ് ബെവൽ വർക്ക് ആവുക. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ബി, എന്നിട്ട് മൗസ് ജസ്റ്റ് മൂവ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്ത അതേ സെറ്റിങ്സ് അവിടെ ഡീഫോൾട്ട്ലി അപ്ലൈ ആവും. നിങ്ങൾക്ക് അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കിടക്കുന്നതിൻ്റെ കൂടെ തന്നെ മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെഗ്മെന്റ് കൗണ്ട് വീണ്ടും കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും ബെവൽ ചെയ്യാം. കൺട്രോൾ ബി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ചില നമ്മൾ കോൺക്രീറ്റ് ഒരു സ്റ്റെപ്പ് റൗണ്ടഡ് ഏരിയ, ചില ബിൽഡിങ്ങിന്റെ കോർണേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ബെവൽ ചെയ്യാറുണ്ട്. ബെവൽ മെയിൻലി നമ്മൾ എപ്പോഴും ഈ ഒരു റൗണ്ടഡ് സർഫസ് ആവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പം ഇവിടെ വേണമെങ്കിലും ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ബെവൽ ചെയ്യാം. സോ എപ്പോഴും ഒരു ഷാർപ്പ് എഡ്ജ് കേർവി ആക്കാനായിട്ടാണ് നമ്മൾ ബെവൽ യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ എഡ്ജ് സെലക്ട് ചെയ്തിട്ടും ബെവൽ ചെയ്യാം. ഒന്നും തന്നെ ചെയ്യണമെന്നില്ല. ഇതാണ് ബെവൽ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് ലുക്ക് വരുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീഫോൾട്ട് സോളിഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡിങ് മോഡിലാണ് കിട്ടുക. പല ടൈപ്പ് ഷെയ്ഡിങ് മോഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഈ കട്ട് അല്ലാണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് എഡിറ്റ് മോഡിൽ നിന്ന് പുറത്തിറങ്ങുക, ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ അതൊരു സ്മൂത്ത് സർഫസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇപ്പം നമ്മൾ പഠിച്ച മെയിൻ സാധനങ്ങൾ ഒന്ന് എഡിറ്റ് മോഡിൽ പോവുക, എക്സ്ട്രൂഡ്, അതായത് ഫേസ് സെലക്ട് ചെയ്യുക, ഇ എക്സ്ട്രൂഡ്, ഐ ഇൻസെറ്റ് വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ എക്സ്ട്രൂഡ് ചെയ്യാം. പിന്നെ എഡ്ജ് മോഡിൽ പോയിട്ട് സെലക്ട്, കൺട്രോൾ ബി, ബെവൽ. ഇപ്പോൾ ഒരു ക്യൂബായിട്ട് വന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ സ്മൂത്ത് ആക്കി, അതായത് റൗണ്ട് ആക്കി. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലും നമുക്ക് ബെവൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇതും റൗണ്ടഡ് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് റൗണ്ടഡ് ആക്കാം. സോറി, കാറ്റലത്തെ സെലക്ട് ചെയ്തില്ല. സോ അതാണ് 3 ടൂൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം മോഡലിംഗിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ വേറൊരു ഓപ്ഷൻ കൂടെ എക്സ്ട്രോഡ് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ക്യൂബിൽ വെച്ച് ഇനി ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മൾ എഡ്ജിൻ്റെ എക്സ്ട്രൂഡ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് വീണ്ടും എഡിറ്റ് മോഡിൽ പോവുക, എഡ്ജ് സെലക്ട് ചെയ്യുക. ഇതിൽ ഫേസ് നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അതല്ലാതെ ചില ആളുകൾ കാറ് അതുപോലത്തെ സാധനങ്ങൾ മോഡൽ ചെയ്യുമ്പോൾ സൈഡ് വ്യൂവിൽ മോഡൽ ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് ഈ ഫേസ് ഞാൻ എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഷേപ്പിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സോ അതാണ് ഫേസും എഡ്ജും തമ്മിലുള്ള എക്സ്ട്രൂഡിൻ്റെ വ്യത്യാസം. വീണ്ടും സ്മൂത്ത് ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ സ്മൂത്ത്. ഇങ്ങനെയാണ് നമ്മൾ മോഡൽ ചെയ്യുക. ഇനിയും ഒരു സെഗ്മെന്റ് കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ക്യൂബ് എടുത്തു. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വരില്ല എങ്ങനെയാണ് ഒരു ഷേപ്പിലോട്ട് എത്തിച്ചേരാന്നുള്ളത്. സോ വീണ്ടും നമ്മൾ എഡിറ്റ് മോഡിൽ പോവാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു വെർട്ടെക്സ് മാത്രം നീക്കുമ്പോൾ
ഇവിടുന്നേ അത് നീങ്ങി വരുന്നുണ്ട്. അപ്പം എനിക്കത് അവോയ്ഡ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ മൊത്തത്തിൽ ഓൾട്ട് ഇസഡ് എനിക്ക് കഴിഞ്ഞാൽ എക്സ്റേ വ്യൂ ആവും. ഓക്കെ, അതായത് സീ ത്രൂ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് ഇസഡ്. അത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതാണ് ടോഗിൾ എക്സ്റേ. അതെന്താ വെച്ചാൽ എനിക്ക് ഈ വ്യൂവിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് ബാക്കിലത്തെ വേർട്ടെക്സ് കാണണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഇസഡിലേക്ക് എനിക്ക് അതും കാണാം, സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഷേപ്പ് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഉണ്ടാക്കേണ്ട ഒരു ഷേപ്പ് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് പോകേണ്ടത്. ഇതും അതുപോലെ ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് എനിക്ക് ഷേപ്പ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 4 വേർട്ടെക്സേ ഉള്ളൂ ഓരോ സൈഡിൽ. സോ ഞാൻ ഇതെടുത്തിട്ട് സ്കെയിൽ ചെയ്യുക. എസ് ആണ് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ മാച്ച് ചെയ്യാൻ പറ്റും, ഇവിടെ കോണിക്കലായി, പക്ഷെ ഇവിടെ ഈ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിട്ടും. അങ്ങനെ വരുന്ന സാഹചര്യം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ തൊട്ട് തന്നെ ഒരു പിടുത്തം വരും. സോ സെഗ്മെന്റ് ആഡ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട്കട്ട് കൺട്രോൾ ആർ ആണ്. കൺട്രോൾ ആർ ഞെക്കിയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാം ഇവിടെ തൊട്ടാണ് വേണ്ടതെന്നാണ്. ഇവിടെ ഞാൻ സ്ലൈഡ് ചെയ്ത് ഇവിടെ വിടുകയാണെന്നുണ്ടെങ്കിൽ ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ സെഗ്മെന്റ് ആഡ് ചെയ്യും. ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് ടേപ്പർഡായിട്ട് അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഷേപ്പ് വരും. പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇവിടെ ഒരു കട്ട് ഇനിയും വേണം. അങ്ങനെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇത് ബാക്കിലോട്ട് നിങ്ങൾക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോയി ഇവിടെ ഒരു ഇൻസെറ്റ് ആഡ് ചെയ്യാം, എന്നിട്ടത് എക്സ്ട്രൂഡ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു കേസോ ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്കെയിൽ ചെയ്തു ഇവിടെ എനിക്ക് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊരു സെഗ്മെന്റ് കൂടെ ആഡ് ചെയ്യാം. കൺട്രോൾ ആർ, സ്ലൈഡ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ മോഡൽ ചെയ്യാം. ഞാൻ റഫ്ലി കാണിച്ചുള്ളൂ, ഇതിന് പ്രോപ്പർലി സ്നാപ്പ് ചെയ്ത് ഓരോ രീതിയിലും ചെയ്യാം. പല അപ്രോച്ച് രീതിയിൽ മോഡൽ ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഇന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് മാനിപ്പുലേറ്റ് ചെയ്ത് വെർട്ടെക്സ് ആഡ് ചെയ്ത് എക്സ്ട്രൂഡ്, ബെവല്, പിന്നെ ഇൻസെറ്റ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു എന്ത് വലിയ മോഡൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂബിന് പകരം ചിലപ്പോൾ ഒരു സ്പിയറിലായിരിക്കും തുടങ്ങുക. സ്കൾപ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഓരോ മോഡൽസ് ഉണ്ട്. നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ ഇതെല്ലാം കവർ ചെയ്യാം. സോ ഈ വീഡിയോയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കവർ ചെയ്യുന്നത്, ഒന്ന് എക്സ്ട്രൂഡ്, അതായത് നമ്മൾ ഫേസ് മോഡിൽ പോയിട്ട് കീ എക്സ്ട്രൂഡ്, വീണ്ടും സെലക്ട് ചെയ്ത് ഐ ഇൻസെറ്റ്, ഇനി എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ ഈ എക്സ്ട്രൂഡ്, എഡ്ജ് മോഡിൽ പോയിട്ട് ബെവൽ. ബെവൽ ചെയ്യുമ്പോൾ മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെഗ്മെന്റ്സ് കൂടും, സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ചും കുറഞ്ഞോളും, അത് കൂടിയും കുറഞ്ഞിരിക്കും. ഓക്കെ, സോ ബാക്കി ഡീറ്റെയിൽഡ് മോഡലിങ് നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സിറ്റുവേഷൻസിലാണ് ഇതിൻ്റെ യൂസ് വരുന്നത് എന്നുള്ളത്. സോ അത് ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര പിടിച്ച് ഓരോന്ന് പറഞ്ഞു പോകുന്നത്. ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് വീഡിയോസിൻ്റെ സ്പീഡും കൂട്ടാം, കൂടുതൽ ഒബ്ജക്ട്സ് കവർ ചെയ്യുകയും ചെയ്യാം. എനിക്കറിയാം മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പേന എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വേറെ ഓരോരോ ഷേപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മാത്രം പഠിക്കും. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ ബേസിക്സ് കവർ ആകാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ നോക്കി ഓക്കെ എനിക്കൊരു ആന ഉണ്ടാക്കണം, ഒരു ആനേനെ നിങ്ങൾ മോഡൽ ചെയ്ത് കഴിഞ്ഞ് ആ ട്യൂട്ടോറിയൽ നോക്കി പഠിച്ച് നിങ്ങളത് ഡിക്റ്റോ അവർ ഹാൻഡ് മൂവ് ചെയ്യുന്ന അതേ നിങ്ങൾ മൂവ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കി പോകേണ്ടി വരും. സോ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ഷേപ്പുകളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള വഴിയാണ്. അല്ലാണ്ട് എത്ര മോഡലിംഗ് പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ ഉള്ളിൽ നിന്ന് വരണം. ഓക്കെ, എനിക്ക് ഇതിൽ നിന്ന് ഈ ഷേപ്പ് ഉണ്ടാക്കാം, ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ. അല്ലാണ്ട് ട്യൂട്ടോറിയൽ നോക്കി റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും പഠിക്കില്ല. സോ അവര് എക്സ്പേർട്സ് ആയിരുന്നായിരിക്കും അങ്ങനെ കാണിച്ചു തരിക. അപ്പോൾ അത് നോക്കി പഠിച്ച് നാളെ വേറൊരു ഒബ്ജക്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. സോ മാക്സിമം ബേസിക്സ് മനസ്സിലാക്കി
മോഡലിംഗ് ബേസിക്സ് മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു ഷേപ്പിലേക്ക് എത്തിച്ചേരുക, അതിന് എന്തൊക്കെയാണ് ഈസിയസ്റ്റ് വേ, റൈറ്റ് വേ, റോങ് വേ പഠിച്ചു പോയാലേ നാളെ വേറൊരു ഷേപ്പ് കാണുമ്പോൾ അത് ഉണ്ടാക്കാൻ ഉള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരുമെന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ നോക്കി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കില്ല. നേരെ മറിച്ച് ഒരു ട്യൂട്ടോറിയൽ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതായത് ഞാൻ ഇന്ന് ആന ഉണ്ടാക്കി, നാളെ പുലിയെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് പുലിൻ്റെ ട്യൂട്ടോറിയൽ നോക്കാം. പക്ഷെ നേരെ മറിച്ച് എങ്ങനെയാണ് അയാൾ ആ ഒരു പോളിംഗൻ യൂസ് ചെയ്തത്, എന്തൊക്കെ രീതിയിലാണ്, എവിടെ കട്ട് ആഡ് ചെയ്യേണ്ടി വന്നു, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ഗ്രാസ്പ് ചെയ്യാവുന്ന കാര്യമൊന്നും ഇന്ന് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. എല്ലാം തുടങ്ങുന്നത് ഇതുപോലത്തെ ബേസിക് സാധനങ്ങൾ വെച്ചിട്ടാണ്, നിസ്സാര ടൂൾസ് വെച്ചിട്ടാണ് മോഡൽ ചെയ്യുന്നത്. മോഡലിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് നമ്മൾ ടൈം കൂടുതലെടുക്കും, എവിടെ കട്ട് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ മനസ്സിലാക്കാൻ. അത് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഡിഫിക്കൽട്ട് മോഡൽസിലോട്ട് പോകാം. സോ ഈ 3 ഫീച്ചേഴ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.